സംബന്ധിച്ച് നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം. നമ്മളൊക്കെ പത്തനംതിട്ടയിലെ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും വൈറലായി തുടരുകയാണ്. സിത്താര ശ്രീജിത്ത് ദമ്പതികള് അവരൊരു കോട്ടയം സ്വദേശികളാണ്. അവരൊരു വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട് യാത്രക്കിടയിൽ പത്തനംതിട്ടയിൽ ഇറങ്ങുകയും ഇറങ്ങിയതിന്റെ സാഹചര്യങ്ങൾ അവരെ വിശദീകരിക്കും. ഇറങ്ങി റോഡിൽ നിൽക്കുന്ന സമയത്ത് പോലീസ് പാർട്ടി വരികയും അകാരണമായി ഇവരെ മർദ്ദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പോലീസ് പറയുന്ന ഒരു ന്യായം ആള് മാറി അടിച്ചുപോയി എന്നാണ് പിന്നീട് നടന്നിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് എൻക്വയറിയിലൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പോലീസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ നിലവിലെ അവരുടെ നിലപാടനുസരിച്ച് ഇവർ നിന്നിരുന്നതിന് തൊട്ടടുത്തൊരു ബാർ ഉണ്ടായിരുന്നെന്നും ബാറിൽ എന്തെല്ലോ പ്രശ്നങ്ങൾ. ഹരിചന്ദ്ര സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹരിചന്ദ്ര സാർ, ഓക്കെ, താങ്ക് യു. അപ്പൊ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ ആളുകൾ ബാറിന് പുറത്തേക്ക് പോയെന്നും അവര് ബാറിൽ പ്രശ്നമുണ്ടാക്കിയ ആൾ എന്നുള്ള നിലയ്ക്കാണ് ശ്രീജിത്തിനെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും അടിക്കേണ്ടി വന്നത് എന്നതുമാണ് അനൗദ്യോഗികമായ പോലീസിന്റെ ഒരു വിശദീകരണം പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ ആണെങ്കിൽ തന്നെ ബാറിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടാക്കിയ ആൾ റോഡിൽ നിൽക്കുകയാണ് എന്ന് തന്നെ വെക്കട്ടെ. ബാറിൽ ഇഷ്യൂ ഉണ്ടാക്കിയ ആളാണ് റോഡിൽ നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും പോലീസിന് നിലനിൽക്കുന്ന നിയമവും ചട്ടവും അനുസരിച്ചിട്ട് ആ കുറ്റം ചെയ്ത ബാറിനകത്ത് കുറ്റം ചെയ്ത ആളെ പോലും അടിക്കാനുള്ള ഒരു അധികാരവും പോലീസിനില്ല. ഒരു കൊലപാതകി കൊല ചെയ്ത് റോഡിൽ നിൽക്കുന്നു എങ്കിൽ ആ കൊലപാതകിയെ പോലും പോലീസിന് അടിക്കാൻ യാതൊരു അധികാരവുമില്ല. അത്തരത്തിലൊരു കൊലപാതകി പോലീസിന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതിരിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ പോലീസിനെതിരെ അതിക്രമം നടത്തുകയും ചെയ്യുന്ന ഒരു മൂവ്മെന്റിൽ ഏറ്റവും മിതമായ ബലപ്രയോഗത്തിനാണ് പോലീസിന് അധികാരം കൊടുത്തിട്ടുള്ളത്. ഏറ്റവും മിനിമം, നിയമത്തിൽ അത് കൃത്യമായി പറയുന്നു. ഏറ്റവും മിനിമൈസ് ആയ ബലപ്രയോഗം മാത്രമേ പോലീസിന് ചെയ്യാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഇന്ന് കാണുന്നത് ഇത്തരത്തിൽ, ഇന്ന് രാവിലെ ഞാനും എബിയും സിത്താരയും ശ്രീജിത്തുമായി സംസാരിച്ചിരുന്നു. ഇത് അവരുടെ മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റൊരു KSRTC സ്റ്റാൻഡിനടുത്ത് രാത്രി അംഗപരിമിതരായ ചില ആളുകൾ, വിശ്രമിച്ചിരുന്ന ആളുകളെ പോലീസ് വന്ന് ഇതുപോലെ യാതൊരു കാരണവും പറയാതെ അടിക്കുന്ന വീഡിയോ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ശ്രീജിത്തും സിത്താരയും പറഞ്ഞ വളരെ സങ്കടകരമായ ഒരു കാര്യം, ഇവര് സിത്താര ഈ പോലീസ് വന്നിട്ട് ഇവരുടെ കൂടെയുള്ള ആളുകളെ അടിക്കുന്ന സമയത്ത് സിത്താര ഭർത്താവിന്റെ കൈയും പിടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവരെ പോലീസ് മർദ്ദിക്കുന്നതും ഇവർ താഴെ വീഴുന്നതും. അപ്പോഴും ഇവരെ എന്തിനാണ് അടിക്കുന്നത് എന്നറിയില്ല. ഇവരെ അത് എന്തിനാണ് അടിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അത് ചോദിച്ചതോടുകൂടി പ്രകോപനം കൂടുകയാണ് എന്നുള്ളതാണ്. അതിനർത്ഥം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജനങ്ങളെ അടിക്കുമ്പോ എന്തിനാണ് ഞാൻ അടികൊള്ളുന്നത് എന്നോ എന്തിനാണ് എന്നെ അടിക്കുന്നത് എന്നോ ചോദിച്ചാൽ അത് കൂടുതൽ പ്രകോപിതരാക്കുന്ന അവസ്ഥ, മാനസികാവസ്ഥ കേരളത്തിലെ പോലീസിലുണ്ടെങ്കിൽ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ ഇത് ശ്രീജിത്തിന്റെയും സിത്താരയുടെയും ഒറ്റപ്പെട്ട പ്രശ്നമല്ല. ഇന്ന് പോലീസിനാൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ്, ഈ നിലവിലെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ നിയമപരമായ പോരാട്ടങ്ങൾക്ക്, തുടർ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം. ഇത്തരം കേസുകളിൽ പലപ്പോഴും പോലീസിനെതിരെയുള്ള പരാതികൾ വഴിയിൽ വെച്ച് ഇല്ലാതായി പോകും, ഭീഷണിക്ക് വഴങ്ങി ഇല്ലാതായി പോകും. ഇവിടെയും പോലീസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇവർക്കെതിരെ വ്യാജമായ ഒരു കേസ്, ശ്രീജിത്തിനെതിരെ വ്യാജമായിട്ടൊരു കേസ് പോലീസ് ഫ്രെയിം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ കണ്ടാൽ അറിയാവുന്ന 10 പേരിൽ ഒരാൾ ശ്രീജിത്താണ് എന്നുള്ള രീതിയിൽ FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനർത്ഥം ഈ പോലീസിനെതിരെയുള്ള ശ്രീജിത്തിന്റെയും ഭാര്യയുടെയും പരാതികളെ ഇല്ലായ്മ ചെയ്യുവാനും അവരെ
അവരിൽ പ്രഷർ ഉണ്ടാക്കി ഈ പരാതികൾ പിൻവലിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അത്തരത്തിൽ ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കേരളീയ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഇത്തരം ആളുകൾക്ക് വേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇന്ന് കേരളത്തിലെ പോലീസിനെ മാറ്റി നിയമപരമാക്കി തീർക്കാൻ ഒരു സാമൂഹ്യ ജീവികൾ എന്നുള്ള രീതിയിൽ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ ഇവരോട് ഐക്യം പറയുകയും ഇവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നിയമപരമായ പിന്തുണ സഹായം നൽകുകയും ചെയ്യണം എന്ന് മാത്രമാണ് ആമുഖമായി പറയാനുള്ളത്. ഈ